സാക്ഷാൽ മനോരമ പോലും തുടർഭരണത്തെ കൃത്യമായി സർവേയിലൂടെ പ്രവചിക്കുന്ന ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് മനോരമയുടെ ജോണി ലൂക്കോസും പ്രധാന ആങ്കർമാരുമെല്ലാം നിന്നിട്ട് പറയാ 48% ആളുകൾ തുടർച്ച വേണമെന്നാണ് പറയുന്നത്. ഫെബ്രുവരി ആദ്യവാരം ഈ നാട് സർവേയിലൂടെ മനോരമ പുറത്തുവിട്ടപ്പോൾ 40% താഴെയായിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭരണ തുടർച്ച 48.6% ആളുകൾ വേണം, തുടരണം എന്ന് പറയുന്നു. 6% ആളുകൾ നിഷ്പക്ഷം, തുടർന്നാലും തുടർന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നു. നോക്കൂ, 55% ആളുകൾ ഈ സർക്കാർ തുടർന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 48.6% ആളുകൾ തുടരണമെന്നും പറയുമ്പോൾ പകുതിക്കുമേൽ തുടരണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എത്രമേൽ അധപ്പതിച്ച അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് ഇലക്ഷൻ അടുക്കുമ്പോൾ വരുന്നത് എന്നുള്ളതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ പാർട്ടി ചാനൽ എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മനോരമ പോലും പകൽ വെളിച്ചത്തിൽ നിന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ ഹാൻഡിലുകൾക്ക് തിരിച്ചു വരാനാവുന്നില്ല. ഈ ഭരണ തുടർച്ച എന്ന് പറയുന്ന വികാരത്തെ മറികടക്കാനാവുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം വയനാട് ചൂരൽമലയിലേക്ക് വിക്ഷോഭങ്ങൾ കടന്നുപോയ സദസ്സും കൂടി കഴിയുമ്പോൾ കേരളം തുടർച്ചയിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നിടത്തേക്ക് മനോരമ പോലും എത്തിയപ്പോൾ ഇനി എന്താണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആർക്കാണ് പ്രവചിക്കാൻ കഴിയാതിരിക്കുക? 100% ഉറപ്പിച്ച് തന്നെ ചങ്കുറപ്പോടെ നമുക്ക് പറയാം, LDF 3.0 ഈസ് ലോഡിംഗ് എന്ന്.